ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവരും ഓണം അടിച്ച് വിളിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ മുന്നോണം നല്ല അടിച്ച് വിളിച്ചു. 4 ഓണം നല്ല 4 സ്ഥലത്തായിട്ട് നല്ല അടിച്ച് വിളിച്ചു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ വരിക. അപ്പോൾ ആരും എന്തുകൊണ്ട് വൈകിയെന്ന് വിചാരിക്കരുത്. സത്യം പറഞ്ഞാൽ ചത്തു പോയിട്ടുണ്ട്. ഇപ്പോഴാണെന്ന് റെഡി ആയത്. തിരുവോണം എൻ്റെ വീട്ടിലാണ് കഴിക്കുക. എൻ്റെ വീടാണ് തറവാട്. ഒന്നാവണം വലിയച്ഛൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ തിരുവോണത്തിന് എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ രാവിലെ തന്നെ വന്നു. അപ്പോൾ ഞങ്ങൾ തിരുവോണം ആയതുകൊണ്ട് എല്ലാവരും കൂടെ വെറൈറ്റിക്ക് തിരുവാതിര കളിക്കാനൊക്കെ വിചാരിച്ചു കേട്ടോ. എല്ലാ പ്രാവശ്യം ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ഇറക്കലുണ്ട്. അപ്പോൾ പ്രാവശ്യം നമുക്ക് തിരുവാതിര കളിക്കാനോ. ഞങ്ങളെല്ലാവരും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയിട്ട് ഒരുങ്ങി വന്നു. എല്ലാവരും നല്ല അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം ഞങ്ങൾ നല്ല എന്താ പറയുക, ഗെറ്റപ്പിലൊക്കെ വന്നപ്പോഴേ വലിയ മാല, വലിയ കമ്മൽ, മൈലാഞ്ചി കിട്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം തിരുവോണത്തിന് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് വന്ന പേട്ടന്മാരൊക്കെ കളിയാക്കുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ നല്ല അടിപൊളിയൊക്കെ വന്നപ്പോൾ ഒരാളെ കണ്ണ് തള്ളിപ്പോയിരുന്നു. അങ്ങനെ അതിനെ തിരുവാതിരയൊക്കെ കളിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പിൽ അച്ഛന്മാരും ഏട്ടന്മാരൊക്കെ ഇരുന്നു. സെക്കൻഡ് ട്രിപ്പിൽ ഞങ്ങളൊക്കെ ഇരുന്നത്. അച്ഛന്മാർ ഇരിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ പായസം കുറിച്ച് മത്താവില്ലേ. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ആദ്യം തന്നെ എടുത്ത് വെച്ചു. ഇന്നലെ രാത്രി പഠിച്ച റീൽസ് പോയെടുത്തു. അതായാലും വലിയ കോമഡി. പാട്ട് വേറെ കളിക്കണ വേറെക്കുന്നു. ഒരാൾ നന്നായി ഒരാൾ നന്നാവില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതും ഒരു കൈക്ക് അതും സെറ്റാക്കി എടുത്തു. വലിയ മെനല്ലേലും പിന്നെ നമുക്ക് കളിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ തിരുവോണത്തിന് എന്തെങ്കിലുമൊക്കെ ഓണപരിപാടികളൊക്കെ നടത്തുട്ടോ. അങ്ങനെ കസാരക്കളി നടത്തി. കസാരക്കളിയിൽ ആദ്യം തന്നെ ട്രാജഡി എന്ന് പറയുക, കസാരയൊക്കെ പൊട്ടൊക്കെ ചെയ്തു. ഇരിക്കലിൻ്റെ ഉക്കൊണ്ട് എൻ്റെ അനിയനാണ് വീണത്. അനിയനും ഏട്ടൻ്റെ മോനും കൂടി ഒരു കസാരയും വരുന്നു, ആണ് പൊട്ടി. അങ്ങനെ പിന്നെ അതൊക്കെ കളിച്ചു. പിന്നെ രണ്ടാമത്തേതായിരുന്നു നമ്മൾ പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അങ്ങനെ അതിൽ പറഞ്ഞാൽ 2 ഏട്ടന്മാരതും പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പോയി കിടന്നേന്നു കേട്ടോ. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാനത് കുറച്ച് പ്രയാസമല്ലേ. അങ്ങനെ ഓരോ വിളിച്ചില്ല. അങ്ങനെ പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത് നല്ല രസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആയതുകൊണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കൊടുക്കണില്ല, അതിൻ്റെ ഓൺ വോയിസ് ആണ്. അത് നിങ്ങൾ കേട്ടോ നോക്കിയാൽ അതിലെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. കാരണം എല്ലാവരും കലപ്പിലാണ്. ഇനി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അത് കേട്ടോ കൊണ്ടു, ഇല്ലെങ്കിൽ അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അപ്പുറത്തേക്ക് ഭാര്യനെ കണ്ടുപിടിക്കാൻ പോവാണ്. ഭാര്യനെ കൊണ്ട് പോണട്ടാ. ഇല്ല ഇവിടെ കിട്ടിയിട്ട് പോകേണ്ടി വരുമോ? കയ്യേ എവിടെ ഭാര്യല്ലേ? എണ്ണ കറിയോ? കണ്ടുപിടിച്ചു ഒരു കൈപ്പുറത്തുണ്ട്. അതൊന്നും പഠിക്കാ. അതാ അടുത്ത ഞങ്ങൾ താഴെ അമ്മായി മുണ്ടല്ലേ മയ്യ. ഞാൻ പുറത്തുണ്ട് കൈകള്. രണ്ട് കൈ, എല്ലാത്തിനും 2 കൈയില്ലേ? അർപ്പിച്ചാ എന്നാ തുറന്നോളൂ. പിടിച്ച കൈ തുറക്കൂ. തോന്നായിരുന്നു പിടിച്ച കലി. നെക്സ്റ്റ് ആണോ? അറിയില്ല. അപ്പത്തെ കണ്ടിഞ്ഞു അപ്പത്തിന്റെ ആൾക്കാരുണ്ട്. പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് വലിയ ഏട്ടനും വലിയ ഏട്ടത്തേമ്മയും തമ്മിൽ കണ്ടുപിടിച്ചു. പക്ഷേ ചെറിയ ഏട്ടനും ചെറിയ ഏട്ടത്തേമ്മയും തമ്മിൽ 2 ആളും അങ്ങോട്ടും കണ്ടുപിടിച്ചില്ല. പിന്നെ അമ്മയും അച്ഛനും ഓരും കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ ഓർക്കും ആൾക്കാരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഓരോരുത്തർക്ക് വെച്ചെടുത്തു. ചേച്ചിമാരൊക്കെ വന്നിരുന്നപ്പോൾ ഒരു മക്കളെ കണ്ടുപിടിക്കുക, മക്കളെ അമ്മേനെ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ കളിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചതാണേ.
ഇപ്പത്തെ കളിയെ കുറിച്ച് എന്തുണ്ട് ചേച്ചി ഇപ്പൊ കളിച്ചാ നിങ്ങള് ഭർത്താവിനെ കണ്ടുപിടിച്ചോ അതിനുശേഷം നടത്തിയതായിരുന്നു മറ്റേ പൊടി പാസ് ചെയ്യാന്നുള്ളത്. അത് 2 ടീമാക്കിയിട്ട് കളിച്ചു. എല്ലാവർക്കും കളിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം മുഖത്തും മേത്തൊക്കെ നിറച്ച് പൊടി കൊണ്ട് ഒരു അഭിഷേകം എന്നുള്ളത്. അപ്പുറത്തിരിക്കുന്ന പാത്രം നിറയ്ക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. പക്ഷേ ഓരോ ഇവിടെ എടുത്തത് പറഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യുന്ന ആളെ മേത്ത് പൊടി നിറയ്ക്കുക എന്നുള്ളതാണ്. കാരണം പാസ് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടിട്ടും വെറുതെ ഊതിയിട്ടൊക്കെ ആയിട്ട് പൊടി അങ്ങനെ ആവാത്തവരെ മേത്തൊക്കെ പൊടി നല്ലത് ഒരു പൊടി ഊത്ത് കൈമെന്നാക്കി മാറ്റിയിരുന്നു. വെറുതെ പൊടി എടുക്കുക അങ്ങോട്ട് എല്ലാവർക്കും ചിരി വന്നിട്ട് ഏട്ടാ അപ്പുറത്ത് ഇപ്പുറത്തുക്കണവരൊക്കെ ഊത്. എന്തായാലും ഞങ്ങൾ തീരുമാനം നല്ല അടിപൊളിയാക്കി ആഘോഷിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ നല്ല സെറ്റപ്പാക്കി. അപ്പം അത്രയുള്ളൂ. ഓക്കെ ബൈ.